വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. വായിച്ചു. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. മതി, ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഈ വചനത്തിൽ വായിച്ചു തുടങ്ങിയതുപോലെ ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഈ രാത്രി നമ്മുടെ പ്രതിയോഗിയായി നിൽക്കുന്ന അലറുന്ന സിംഹം പോലെ വെല്ലുവിളിക്കുന്ന നമ്മുടെ എതിരാളി പ്രതിയോഗി ഒതുങ്ങണം. അവനെ ഒതുക്കണം. അപ്പോൾ അതിൻ്റെ പുറകിൽ ലഭിക്കുന്ന ദൈവജനത്തിന് വേണ്ടതെല്ലാം വന്ന് കൊള്ളും. ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ അത് സംഭവിപ്പാൻ ഒരു നിമിഷം എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ, തിരുസന്ധിയിലിരിക്കുന്നു. ഈ ആദ്യ രാത്രിയിൽ ഞങ്ങൾക്കുള്ള സന്ദേശം ഈ വായിച്ച് കേൾപ്പിച്ച വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നൽകണമേ. അതിന് ദൈവകൃപയിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. ദൈവകരങ്ങളിൽ ഈ കൂട്ടത്തെ ഏൽപ്പിക്കുന്നു. വചനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് ഗുണമാകുവാൻ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചു തരുവാൻ ഞങ്ങളെ ഇതാ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അത് വിഭജിക്കുവാൻ നിന്റെ പ്രത്യേക കൃപ കൊടുക്കണമേ. തൻ്റെ നാവിലൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് മഹത്വമെടുക്കണം. വലിയ വിജയം നൽകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഇവിടെ വായിച്ചു കേട്ടതായ വേദഭാഗം ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. അവൻ ഒതുങ്ങിയപ്പോൾ ഇസ്രായേലിന് 4 ഗുണമുണ്ടായി. ഒന്ന്, 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വിടുവിച്ചു, അഥവാ അവർ വിടുതൽ പ്രാപിച്ചു. ഏതൊക്കെ മേഖലകളിൽ ദൈവജനത്തിന് വിടുതൽ ആവശ്യമായിരുന്നു ആ മേഖലകളിലെല്ലാം വിടുതൽ പ്രാപിച്ചു. 2, അതിൻ്റെ ബാക്കിലുള്ള ഭാഗം അഥവാ 14-ന്റെ പ്രാരംഭ ഭാഗം അവൻ പിടിച്ചു വച്ചിരുന്നത് ഇവരുടെ അവകാശങ്ങളെല്ലാം എന്തൊക്കെ തടഞ്ഞു വെച്ചോ പിടിച്ചു വെച്ചോ അതെല്ലാം തിരിച്ച് കിട്ടി. 3, ആ 13-ാം വാക്യത്തിന്റെ 3-ാം ഭാഗം, അതായത് പ്രതിയോഗിക്ക് ഫെലിസ്ത്യന് യഹോവയുടെ കരം പ്രതികൂലമായി. അതിൻ്റെ അർത്ഥം ഇസ്രായേലിന് യഹോവയുടെ കരം അനുകൂലമായി. 4-ാമത്തെ കാര്യം, സ്തോത്രം, 13-ാം വാക്യത്തിന് 2-ാം ഭാഗം, പിന്നെ അവൻ ഇങ്ങോട്ട് വന്നില്ല. ആരെ? ഫെലിസ്ത്യൻ. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുവാനിടയായത് ഇത് സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. ഇതിനെല്ലാം പ്രശ്നമായിരുന്ന പ്രശ്നക്കാരനെ ഫെലിസ്ത്യനെ ഒതുക്കിയതാണ് ഇതിനടിസ്ഥാനം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടും പറയട്ടെ, നമ്മുടെ എതിരാളി ഒതുങ്ങുമെങ്കിൽ, നമ്മുടെ പ്രതിയോഗി ഒതുങ്ങുമെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതെല്ലാം നമ്മുടെ കയ്യിൽ വരും. വിശ്വസിക്കുന്നവർക്ക് മാത്രം ഒരു ഹല്ലേലൂയ പറയാം. ഒരു സത്യം ഞാൻ തുടക്കത്തിലേ പറയട്ടെ, ഫെലിസ്ത്യൻ ശക്തിപ്പെട്ടാൽ ഇസ്രായേലിനെ ഒതുക്കും. ഇസ്രായേൽ ശക്തിപ്പെട്ടാൽ ഫെലിസ്ത്യനെ ഒതുക്കും. ആരുടെ ഭാഗത്ത് ശക്തി വരുമോ എതിരെ ഉള്ളതിനെ ഒതുക്കും. സ്തോത്രം. ആര് ക്ഷീണിക്കുമോ അവൻ ഒതുങ്ങേണ്ടി വരും. ഇന്ന് രാത്രി തുടക്കത്തിലെ ദൈവസഭയെ ഓർപ്പിക്കുന്നു, ദൈവജനം ശക്തിപ്പെട്ടാൽ എതിരാളിയെ ഒതുക്കാം. നിങ്ങൾ ക്ഷീണിച്ചാൽ എതിരാളി ശക്തിപ്പെടും, അവൻ നിങ്ങളെ ഒതുക്കും. ആമേൻ. ഇനി മടങ്ങി വരാം. ഇസ്രായേലില് ഇവിടെയും മിസ്പയില് ശമൂവേലിന്റെ ആഹ്വാനപ്രകാരം ഒരുമിച്ച് കൂടി.
അവരെ സമാധാനമായിട്ടാണ് അവിടെ കൂടിയത്. പക്ഷേ വിവരം ഫെലിസ്ത്യർ അറിഞ്ഞപ്പോൾ ഇവർക്ക് വിരോധമായി അവർ വാളയമിറങ്ങുകയും സമാധാനമായിരിക്കുന്ന ജനത്തിനെതിരെ അകാരണമായി അവര് യുദ്ധത്തിന് ഒരുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മല്ലന്മാരായ ശക്തരായ ഫെലിസ്ത്യരെ കണ്ടിട്ട് ഇസ്രായേൽ ഭയപ്പെടുവാനിടയായി. പക്ഷേ അവരുടെ മുമ്പിൽ ശമൂവേൽ ഉണ്ടായിരുന്നു. ശമൂവേൽ കൊടുത്ത നിർദ്ദേശപ്രകാരം അവർ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി യഹോവ ഇറങ്ങി വന്നു. കേൾക്കുന്നുണ്ടോ? തൻ്റെ ജനത്തിനു വേണ്ടി യഹോവ ഇറങ്ങി വന്നു. തൻ്റെ ജനത്തിനു വേണ്ടി യഹോവ ഇറങ്ങി വന്നു. ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിലെ വ്യവസ്ഥകൾ പാലിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്ന തൻ്റെ വിശുദ്ധ ജനത്തിനു വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിന്നെ നടത്തുക മാത്രമല്ല, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവയെയാണ് നീ സേവിക്കുന്നത്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രം ഒരു ഹല്ലേലൂയ പറയാം. നീ ബലഹീനനായിരിക്കാം, നീ ക്ഷീണിതനായിരിക്കാം, നിന്റെ സാഹചര്യങ്ങൾ മോശമായിരിക്കാം, പക്ഷേ നിന്റെ ദൈവത്തിന് ഇതൊന്നും പ്രശ്നമല്ല. ഇതെല്ലാം ഉള്ളവനും വേണ്ടവന് കൊടുക്കുന്നവനുമാണ് ഈ ദൈവം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ആകയാൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവില് വലിയവ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്യുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. യുദ്ധവീരനായ ഒരു യഹോവയാണ് നമുക്കുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ മല്ലരും ശക്തരുമായ ഫെലിസ്ത്യരെ കണ്ടിട്ട് ഇസ്രായേൽ ആകെ ഭയപ്പെട്ടപ്പോൾ ശമൂവേൽ കൊടുത്ത നിർദ്ദേശപ്രകാരം അവർ ചില കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ യഹോവ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്നത് കൊണ്ടല്ല ദൈവം ഇറങ്ങി വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. കുറെ ഒച്ചപ്പാട് കാണുമ്പോൾ, കേൾക്കുമ്പോൾ ബഹളം കണ്ടിട്ട് ഇറങ്ങി വരുന്നവനല്ല നമ്മുടെ ദൈവം. വ്യവസ്ഥയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശ്വസ്തനായവൻ ഇറങ്ങി വരും. ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറയാം. ദൈവമേ ചെയ്യണമേ എന്ന് ഒരിക്കലും തമ്പുരാനോട് പറയണ്ട. തമ്പുരാൻ നമ്മോട് പറഞ്ഞത് ചെയ്താൽ മതി. തമ്പുരാൻ ചെയ്യേണ്ടത് ഇന്ന് വൈകിട്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇനി അവൻ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ദൈവത്തോട് ചെയ്യാൻ പറയണ്ട. തമ്പുരാൻ നമ്മോട് പറഞ്ഞത് ചെയ്തേച്ചാൽ മതി. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനെന്ന് ആഴത്തിൽ ഉറയ്ക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാലേ ശരി, മടങ്ങി വരാം. അങ്ങനെ ഇസ്രായേൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു. സംഭവിച്ചത് മല്ലരായി ശക്തരായി ഇവരെ ഒതുക്കുവാൻ വന്ന പ്രിൻസുകളോട് ശത്രുവിനെ, ഫെലിസ്ത്യനെ അവർ ഒതുക്കി. അവൻ ഒതുങ്ങി. തുടക്കത്തിൽ ഒരു യാഥാർത്ഥ്യം അറിയുക, നിന്റെ എതിരാളിയെ നീ ഒതുക്കിയില്ലെങ്കിൽ അവൻ നിന്നെ ഒതുക്കും. കേട്ടോ? ആമേൻ. ഇസ്രായേൽ ആരാണ്? പുറപ്പാട് 4:22 വായിക്കാം. ഇസ്രായേൽ ആരാണ്? ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ്. പെട്ടെന്ന് വായിച്ചു. സ്വതന്ത്രം. ഇസ്രായേൽ ആരാണ്? പോരെ ഇങ്ങനെ സമയം എടുത്താൽ നമ്മൾ താമസിക്കും. പുറപ്പാട് ഇവിടെ കിടക്കുന്നുള്ളതായിരിക്കും. വായിക്കേ. 4:22. ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ്. ശ്രദ്ധിക്കണേ, ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ്. പോരാ, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വചനം വായിക്കൂ. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. നീ ഒരു വിശുദ്ധ ജനമാകുന്നു. അടുത്ത് ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കിയിരിക്കേണ്ടതിന് ജനമായിരിക്കണത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടാണ്. ഇസ്രായേൽ
ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ ജനമായിരിക്കാൻ സകല ജാതികളിൽ നിന്ന് ഇവരെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യം കൂടെ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാണ്. അടുത്ത് ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വായിച്ച വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ലോകത്തിലുള്ള സകല ജാതികളിലും വെച്ച് ദൈവത്തിന് സ്വന്തം ജാതിയായിരിക്കാൻ, സ്വന്തം ജനമായിരിക്കാൻ ഇസ്രായേലിനെ മാത്രം തിരഞ്ഞെടുത്തു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ എനിക്കുള്ളവർ മാത്രമായിരിക്കണം. ലേവ്യാപുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വചനം വായിക്കാം. തന്റെ പുത്രൻ, തന്റെ ജനം, അവരെ കുറിച്ച് തന്റെ ആഗ്രഹം ഇവർ എനിക്കുള്ളവർ മാത്രമായിരിക്കണം. ലേവ്യാപുസ്തകം 20-26. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായി ഞാൻ വിശുദ്ധനാകുന്നു. നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. അടുത്ത് നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടത്. കേട്ടോ പദം, എല്ലാവരും ആ പദം കേട്ടോ. നിങ്ങൾ എനിക്കുള്ളവർ മാത്രമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന്, ജാതികളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന്, സമ്പ്രദായങ്ങളിൽ നിന്ന്, പാരമ്പര്യങ്ങളിൽ നിന്ന് മുറിച്ച് മാറ്റിയിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അതാണ് ഇസ്രായേൽ. ഒരുത്തന് ഇസ്രായേലായിരുന്നാൽ അവന്റെ പദവി എന്താണ്? ഇസ്രായേലിനെ തിരിച്ചറിയുന്നത് തന്നെ അവന്റെ ശരീരത്തിൽ ഒരു അടയാളം വഹിക്കുന്നത് കൊണ്ടാണ്. പരിച്ഛേദന എന്ന ഒരടയാളം അവന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് വെളിപ്പെടുന്നത്. ആ അടയാളമില്ലാത്തവൻ ഇസ്രായേലല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇസ്രായേലിന്റെ പദവി എന്താണ്? ഒരുത്തൻ ഇസ്രായേലായാൽ അവൻ എത്ര വലിയ ഭാഗ്യവാനാണ്. വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 4-ാമത്തെ വചനം. റോമർ 9:4. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 4-ാം വചനം. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും. ഒന്നൊന്നായിട്ട് വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. സ്തോത്രം. അവർക്ക് പുത്രത്വമുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മോശക്കാരനല്ല, അവനാണ് പുത്രത്വമുള്ളത്. പിന്നെ തേജസ്സം എന്ന പദവി അവനുള്ളതാണ്, ഇസ്രായേലിനുള്ളതാണ്. പിന്നെ നിയമങ്ങളും, എല്ലാ നിയമങ്ങളും അവന്റെ വകയാണ്, അവന് അവകാശപ്പെട്ടതാണ്. പിന്നെ ന്യായപ്രമാണവും, സകല ന്യായപ്രമാണവും അവനുള്ളതാണ്, അവന്റേതാണ്. പിന്നെ സകല ആരാധനയും അവനുള്ളതാണ്. പിന്നെ വാഗ്ദത്തങ്ങളും, സകല വാഗ്ദത്തങ്ങളും അവന്റെ അവകാശമാണ്. പിന്നെ അവർക്കുള്ളവ. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ. നമ്മുടെ പിതാക്കന്മാരെന്ന് പറയുന്ന ആ പിതാക്കന്മാരൊക്കെ അവരുടെ ആളുകളാണ്. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ശരി. അപ്പോ ഇസ്രായേൽ എങ്കിൽ അവന്റെ പദവി എത്ര എണ്ണമാണ്? എത്ര എണ്ണം? അപ്പൊ വായിച്ചതേ ഉള്ളൂ, ശ്രദ്ധിച്ചില്ല ഞങ്ങള്. എത്രയാ പദവി? 8 പദവിയുണ്ട്. ഹല്ലേലൂയ. അപ്പോ ഒരു ഇസ്രായേൽ ആയിരുന്നാലും അവന്റെ ഭാഗ്യം എന്ന് ഓർത്തേ. ഇത്രയും വലിയ ഭാഗ്യം, പദവി ഇസ്രായേലിനുള്ളതാണ്. പക്ഷേ ഇനി ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഒരു അടയാളം കൊണ്ടാണ് ഇവര് മറ്റ് ജാതികളിൽ നിന്നും വ്യത്യസ്തരായി ദൈവത്തിനുള്ളവരായി വേർതിരിക്കപ്പെട്ടു നിൽക്കുന്നത്. ഇവരുടെ ഒരു ബദ്ധ ശത്രുവാണ് ഈ പുസ്തകം പഠിക്കുമ്പോൾ ഫെലിസ്ത്യൻ. മനസ്സിലാകുന്നു? ഫെലിസ്ത്യൻ. അവനെ കുറിച്ച് ഒരിക്കൽ ദാവീദ് പറഞ്ഞു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 26-ാം വചനം. സോദരം, ഫിലിസ്തീനെ കുറിച്ച് ദാവീദ് പറയുന്നു. വായിച്ചു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവനെ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ എല്ലാവരും കേട്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അതിച്ചാക്ഷേപിക്കുന്ന ഒരു പദമാണ് അഗ്രചർമ്മി. സ്വത്രം. ജാതികളിൽ നിന്നുള്ളവരെ,
ജാതികളെ, ഇസ്രായേൽ അല്ലാത്തവരെ, പരിച്ഛേദന ഇല്ലാത്തവരെ, അടയാളമില്ലാത്തവരെ വിളിക്കുന്ന പദമാണ് അഗ്രചർമ്മി. അവന് ഒരു ക്രൂശീകരണവുമില്ല, അവന് നിയമമില്ല, അവന് വ്യവസ്ഥയില്ല, അവന് ക്രമീകരണമില്ല. ഹല്ലേലൂയ. അവൻ എന്തുവാകാം, അവനേതുമാകാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേലിന്റെ ബദ്ധശത്രുവാണ്, എതിരാളിയാണ്, പ്രതിയോഗിയാണ് ഫെലിസ്ത്യൻ. സാത്താൻ എതിരാളിയാണ്, ശത്രുവാണ്. എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം, ഇസ്രായേൽ അക്ഷരികമാണ്, കാണത്തക്കതാണ് ഇസ്രായേൽ. അവന് കാണത്തക്ക ഒരു എതിരാളിയാണ് ഫെലിസ്ത്യൻ. മനസ്സിലാവുന്നല്ലോ? രണ്ടും കാണാം. ആമേൻ. ഹല്ലേലൂയ. 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 തൽക്കാലം അതവിടെ നിന്നോട്ടെ. നമ്മളാരും ഇസ്രായേല്യർ അല്ല. നമ്മൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ ദാവീദ് പറഞ്ഞ പോലെ അഗ്രചർമ്മികളാണ്, മോശക്കാരാണ്, ഒന്നിനും ഉതകാത്തവരാണ്. നമ്മുടെ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. സ്തോത്രം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെ. എഫേസ്യർ 2:11 മുതൽ 13 വരെ. സ്തോത്രം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. മുമ്പേ നിങ്ങൾ പ്രകൃതിയ ജാതികളായിരുന്നു. എന്തോ ഈ മുമ്പേ എന്നുള്ള പദം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ അല്ല ഏട്ടാ. ഹല്ലേലൂയ. നമ്മളാരും ദൈവത്തിന്റെ ജനമല്ല, നമ്മളാരും അവന്റെ വകയല്ല, അവനുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. എന്നാൽ മുമ്പേ ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ സ്തോത്രം ദൈവമക്കൾ ആഴത്തിൽ മനസ്സിലാക്കണമേ, പണ്ട് നമ്മൾ ആരായിരുന്നു എന്നുള്ളത്. സ്തോത്രം. മുമ്പേ നിങ്ങൾ സ്തോത്രം പ്രകൃതിയാൽ ജാതികളായിരുന്നു. അടുത്ത് ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൾ. ആമേൻ. പഴയ നിയമത്തിലെ അക്ഷരിക ഇസ്രായേൽ പരിച്ഛേദനയേറ്റവരാണ്. അവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. നമ്മളെ തികച്ചും പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നത് പോലെ പറയുന്ന പദമാണ് അഗ്രചർമ്മികൾ. മനസ്സിലാകുന്നോ? ഒരു വ്യവസ്ഥയും ഇല്ലാത്തവർ. നാട്ടിലൊക്കെ വളരെ മോശമായിട്ട് ചില പിള്ളേരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്നൊന്നും ഉടമസ്ഥനില്ലാത്ത കേസുകളാണ് എന്ന പോലെ തികച്ചും മോശമായി പറയുന്ന പദമാണ് അഗ്രചർമ്മികൾ. അപ്പോൾ നമ്മുടെ ഒരു അയോഗ്യതയാണ്. അടുത്ത് അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും പിന്നെ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും യാതൊരു സംബന്ധവുമില്ലാത്തവർ, പിന്നെ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും. ഈ വാഗ്ദത്തത്തിന്റെ നിയമങ്ങളുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല, അതിനോട് അന്യരാണ്. പിന്നെ പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരാണ്. പിന്നെ ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളു. ലോകത്തിൽ നിങ്ങൾക്ക് ദൈവവും ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. 13-ാം വാക്യം. മുമ്പേ ദൂരസ്ഥരായിരുന്നു. നിങ്ങൾ മുമ്പേ ദൂരസ്ഥർ. ഇവിടെ മുമ്പേ എന്ന പദങ്ങൾ വായിച്ചു, ശ്രദ്ധിച്ചല്ലോ. ഇവിടെ എത്ര അയോഗ്യതകളാണ് വായിച്ചത്? ഒന്നും കൂടെ നോക്കി പറ. സ്തോത്രം. ഇവിടെ അഗ്രചർമ്മികൾ തുടങ്ങി 7 അയോഗ്യതകൾ വായിച്ചു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഈ മുമ്പേ എന്ന് പറഞ്ഞപ്പോൾ അതെവിടെ കിടപ്പുണ്ട്? സ്തോത്രം. 2-ന്റെ 2-3 വായിച്ചേ. 2-ന്റെ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പേ ഒരു പേരിട്ടു. വായിച്ചു താഴത്തെ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ആരുടെ മക്കളായിരുന്നു? മറ്റവർ ദൈവത്തിന്റെ മക്കളായിരുന്നു. നമ്മൾ ആരുടെ മക്കളായിരുന്നു? അപ്പൊ 8 കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് സൂപ്പർ ഡിഗ്രി 8 ഉണ്ട്. ഇസ്രായേലിന് 8 പദവിയും അവകാശവുമാണ് എങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് അതുപോലെ 8 അയോഗ്യതകളുണ്ട്. എല്ലാവരും കേട്ടല്ലോ. സ്തോത്രം. എന്നാൽ മുമ്പേ ഇങ്ങനെയായിരുന്നു. നമ്മെ വിവരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല.
ഇപ്പോൾ ദൈവത്തിന്റെ ജനമാക്കി മാറ്റി. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വചനം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വചനം. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. ഉറക്കെ പറ, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. അടുത്ത് ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. 2-ാമത്തെ വചനം കൂടെ ഒന്ന് ചേർന്ന് പറ. ഇപ്പോഴോ, ഒന്നും കൂടെ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് അത് പറയാൻ പറ്റും? ഞാൻ ദൈവത്തിന്റെ ജനമാ. ഹല്ലേലൂയ. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഈ സാത്താന്റെ സന്തതികൾ, അല്ല കോപത്തിന്റെ സന്തതികൾ, സൂത്രം നേരത്തെ വായിച്ച 8 അയോഗ്യതയുള്ളതായ ഈ വ്യക്തികൾ ഇപ്പോൾ ദൈവത്തിന്റെ ജനമായി? എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. 1-2 വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് വായിച്ച് കയറി വരാം. സൂത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം. പക്ഷേ 13-ാം വാക്യം വായിക്കണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെ നിന്നോട്ടെ, ശ്രദ്ധിക്കണമേ. സൂത്രം. നമ്മൾ ഇങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. യേശു ലോകത്തിൽ വന്നത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയല്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എല്ലാവരും മരിക്കേണ്ട സ്ഥാനത്ത് പാപത്തിന്റെ ശമ്പളമായ മരണത്തെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ കയറി ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ, ഒരു മനുഷ്യന്റെ പാപത്താൽ സകല മനുഷ്യരും പാപികളായി പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അർഹരായി തീർന്നിരിക്കുമ്പോൾ സകല മനുഷ്യരെയും പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നിട്ട് പാപത്തിന്റെ ശമ്പളമായ മരണത്തെ എല്ലാവർക്കും വേണ്ടി അവൻ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവർക്കും പകരമായി യേശു ക്രൂശിൽ മരിച്ചു. ആ യേശുവിന്റെ ക്രൂശ് മരണം എന്റെ പാപത്തിന്റെ ശിക്ഷയാണെന്ന് അംഗീകരിച്ച് യേശുവിനെ ക്രൂശിലേറ്റിയത് എന്റെ പാപമാണെന്ന് സമ്മതിച്ച് യേശു എനിക്ക് വേണ്ടി എന്റെ ശിക്ഷ വഹിച്ച് മരിച്ചുവല്ലോ എന്ന് അംഗീകരിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് അവന്റെ പാതപിടത്തിൽ വീഴുമ്പോൾ യേശുവിന്റെ മരണത്തെ ഇടയാക്കിയ പാപത്തെ അനുതാപത്തോടും കണ്ണുനീരോടും ആത്മാർത്ഥതയോടും യേശു കർത്താവിനോട് നിലവിളിച്ചേറ്റ് പറയുമ്പോൾ അവൻ ചൊരിഞ്ഞ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ എല്ലാം കഴുകിക്കളഞ്ഞ് പ്രൈസ് ദി ലോർഡ് പാപമിരുന്ന സ്വഭാവത്തിന്റെ അധികാരിയായ സാത്താനിരുന്ന സ്ഥാനത്ത് യേശു സിംഹാസനസ്ഥനാകും. ആമേൻ. ഹല്ലേലൂയ. ഇനി വായിച്ചോ 13-ാം വാക്യം. അവർ രക്തത്തിൽ നിന്നല്ല. ഈ ലോകത്തിലെ എല്ലാ ജനനത്തിന്റെയും പിന്നിൽ രക്തസങ്കലനമാണ്. അങ്ങനെയല്ല. പിന്നെ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. ലോകത്തിലെ എല്ലാ ജനനത്തിന്റെയും പിന്നിൽ ജഡീക വികാരമുണ്ട്. ഇത് അങ്ങനെയല്ല. പിന്നെ പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. ലോകത്തിലെ എല്ലാ ജനനത്തിന്റെയും പിന്നിൽ ഒരു പുരുഷനുണ്ട്. ഇത് അങ്ങനെയല്ല. പിന്നെ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ലോകത്തിലെ ജനനമെല്ലാം ഉദരത്തിൽ നിന്നാണ്. അത് പോകുന്നിടം താഴോട്ടാണ്, എത്തുന്നിടം പാതാളമാണ്. ഈ ജനനം ഉയരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് ചെല്ലുന്നിടം പിന്നെ പോകാനുള്ളിടം മേലോട്ട് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ അവന്റെ ജനമായി? വീണ്ടും ജനനത്താൽ. ശ്രദ്ധിക്കണേ. വേദോസത്തിലൊരു 3 പദമുണ്ട്. 1 രക്ഷിക്കപ്പെടുക, 2 മനസ്സാന്തരപ്പെടുക, 3 വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയാവുക. ആദ്യത്തേത് വളരെ എളുപ്പമാണ്. യേശു ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ടു. പക്ഷെ സ്വർഗത്തിൽ പോകില്ല. കേട്ടോ എല്ലാവരും? വിശ്വസിച്ചവൻ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. പക്ഷെ അവൻ സ്വർഗത്തിൽ പോകില്ല. 2 മനസ്സാന്തരം. അതും പോരാ.
സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാലല്ലേ അവിടെ പേരെഴുതാനൊക്കൂ. അല്ലാതെ ഏതാണ്ട് ജനിക്കാൻ സാധ്യതയുണ്ട്, പേരെഴുതാൻ പറ്റുമോ? ജനിക്കുമായിരിക്കും, പേരെഴുതാൻ പറ്റുമോ? ജനിച്ചു കഴിഞ്ഞാലല്ലേ ജനനത്തീയതിയും പേരുമൊക്കെ എഴുതാനൊക്കൂ. അപ്പോൾ ഈ ജനനം നടക്കണം. അതെങ്ങനെ? യേശുവിൽ വിശ്വസിച്ചു, ഓക്കെ, യേശുവിൽ വിശ്വസിച്ചു. പിന്നെ മാനസാന്തരം നടക്കണം. എന്താ ഈ മാനസാന്തരം? യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കോണേ. ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു ശരീരത്തിൽ തന്നെ ക്രൂശിക്കപ്പെട്ടു. ആണികളൊക്കെ അടിച്ച് കയറ്റിയിരിക്കണം, കണ്ടോ? നമ്മളെ വിശ്വാസത്താൽ ആ ക്രൂശിനോട് ചേർത്തങ്ങ് വെച്ചു കൊടുക്കുകയാണ്. കയ്യിൽ ആണി അടിച്ച് കയറ്റിയില്ല, ഇതെല്ലാം കൂടെ അകത്തടിച്ച് കയറ്റുകയാണ്. കേട്ടോ എന്തോ? ഈ നെഞ്ചിനകത്തോട് അടിച്ച് കയറ്റി. യേശു ക്രൂശിൽ കിടന്ന് പിടയുകയാണ്. എൻ്റെ പാപം നിമിത്തമായി യേശു പിടയുന്നത്. യേശുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് ഞാനും ഇപ്പോൾ വിശ്വാസത്താൽ ആണി അടിച്ചിരിക്കുകയാണ്. ഞാനും അവിടെ കിടന്ന് പിടയുക. പാപ മനുഷ്യൻ പാപ സ്വഭാവത്തെ ഓർത്തിട്ട് പാപി എന്ന് സമ്മതിച്ച് കണ്ണീരോട് അനുദപിച്ച് കരഞ്ഞ് 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 യേശു അവിടെ കിടന്ന് പിടയുന്നു. നമ്മുടെ പാപ മനുഷ്യൻ സ്വത്രം പാപത്തിന്റെ വേദന കൊണ്ട് ഉള്ളിൽ പിടയുകയാണ്. യേശു ശരീരത്തിലെ പിടയുകയാണ്. ഉള്ളിൽ അങ്ങനെ പിടയണം. യേശു പിടഞ്ഞ് 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 ഒടുവിലങ്ങ് മരിച്ചു. നമ്മുടെ ആ പഴയ മനുഷ്യനുണ്ടല്ലോ, പാപ മനുഷ്യൻ, പിടഞ്ഞ് പിടഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് 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 കരഞ്ഞ് 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 അങ്ങ് മരിക്കണം. മരിച്ചു കഴിയുമ്പോൾ പുതിയ മനുഷ്യൻ ജനിക്കും. മരിച്ചാലേ ജനിക്കൂ, കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ഈ വീണ്ടും ജനനം പ്രാപിച്ചവരാണോ? പഴയ മനുഷ്യൻ മരിച്ചാലേ പുതിയ മനുഷ്യൻ ജനിക്കും. പ്രാകൃത മനുഷ്യൻ മരിച്ചാലേ ആത്മീയ മനുഷ്യൻ ജനിക്കും. മന്മയ മനുഷ്യൻ മരിച്ചാലേ ഭിന്മയ മനുഷ്യൻ ജനിക്കും. സാത്താന്റെ സന്തതി മരിച്ചാലേ ദൈവസന്തതി പിറക്കും. ഒരു മരണം കൊണ്ട് മാത്രമേ ഒരു ജനനം സംഭവിക്കുകയുള്ളൂ. ഈ പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ പുള്ളി ഇല്ല. പഴയ പുള്ളി മരിച്ചത് കൊണ്ടാണ് അയാളെ കൊണ്ടുവന്ന് നമ്മൾ ശവം അടക്കിയത്. എങ്ങനെ? സ്നാനത്താൽ. ശവം അടക്കാണ് സ്നാനം. അല്ല, പെന്തിക്കോസിൽ ചേരാനുള്ള കർമ്മമല്ല സ്നാനം. മനസ്സിലായോ എന്തോ? ഹല്ലേലൂയ. മരിച്ച മനുഷ്യനെ, ആ മരിച്ച പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് സ്നാനം. ആമേൻ. പിന്നെ പഴയ മനുഷ്യനില്ല. പൗലോസിന്റെ ഭാഷയിൽ സ്തോത്രം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഒന്നും കൂടെ, ഇനി ജീവിക്കുന്നത് ഞാനില്ല. എത്ര പേർക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും ഞാനില്ലെന്ന്? നമുക്ക് പറയാനുള്ള ഇതല്ലേ, ഞാൻ ഉണ്ടെന്നുള്ളതല്ലേ. ഞാനില്ലയോ ഒരു പ്രശ്നവും ഇല്ല. ഞാനില്ലയോ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഞാനുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതെങ്ങനെ അറിയാം? അവസരങ്ങൾ വരുമ്പോഴറിയാം. സ്തോത്രം, ഹല്ലേലൂയ. മറക്കരുതേ, പൗലോസ് ഞാനില്ല. ഈ ഒരു ശരീരത്തിൽ രണ്ടുപേർക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ഞാൻ ജീവിച്ചാൽ യേശു ഇല്ല, യേശു ജീവിച്ചാൽ ഞാനില്ല. ബാക്കി ഇനി നമ്മൾ തീരുമാനിക്കണം ഇപ്പോഴാരാ ഇതിൽ ജീവിക്കുന്നത്. സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ വീണ്ടും ഉദ്ധരിക്കുന്നു. വായിക്കാൻ നേരമില്ലാതെ വായിക്കേണ്ട. രണ്ടുപേരും 5 പേരെ എല്ലാവർക്കും അറിയാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ബാക്കി പഴയത്. ഒരു സെക്കൻഡ് അവിടെ നിർത്തിക്കോണം. പഴയത്. എത്ര പേർക്ക് മനസാക്ഷിയിൽ പറയാൻ പറ്റും എൻ്റെ പഴയതെല്ലാം പോയെന്ന്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെക്കുറെ പഴയതും ഉണ്ട്, പുതിയത് ചിലത്തുകൂടെ ചേർത്തിട്ടുണ്ട്.
ഏത് സ്വതന്ത്രം? കയ്യടി, കുലുക്കം, മനസാന്തരം, ഒരുമാതിരി ഇളക്കം, ഇച്ചിരി ചാട്ടം, ഇതൊക്കെ കൂടെ കയറ്റിയിട്ടുണ്ട്. പഴയതും ഉണ്ട്. ഇത് വേണ്ടടുത്ത് ഇതും, അത് വേണ്ടടുത്ത് അതും അല്ലേ? ഇതിൻ്റെ പേരെന്തുവാ? വിശ്വാസ ജീവിതമാണോ ക്രിസ്ത്യ ജീവിതമാണോ? അല്ല, ഇത് ഒപ്പീര് പരിപാടിയാണ്. ഒപ്പീര് പരിപാടി. ഒരുവിധം ഒപ്പിച്ചൊക്കെ ഇങ്ങനെ പോവും, വലിയ കുഴപ്പമില്ല. കാരണം ഇത് വേണ്ടടുത്ത് ഇതും ഉണ്ടല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ എടുത്തു പറയേണ്ടി വരുന്നത്. സാമുദായികക്കാരോട് പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം മുട്ടുമടക്കും, പിന്നെ കണ്ണടയ്ക്കും, പിന്നെ തല വണക്കും, കൈ കൂപ്പും. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ? സ്തോത്രം, അതിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ലല്ലോ. അല്ലേ? അല്ലേ? ചിന്തിക്കൂ. സ്തോത്രം, പഴയതെല്ലാം കഴിഞ്ഞു പോയോ? സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അതാണ് ശരിയായ വീണ്ടും ജനനം. അതുകൊണ്ട് ഇനിയും നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റും. ഇനിയും സ്നാനപ്പെടുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ചാകാത്ത ഭാഗം വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് അതിനെ അങ്ങ് കൊന്ന് ആരും അറിയണ്ട, കുഴിച്ചിട്ടേക്കണം കേട്ടാ. ചിലർക്ക് എന്തോ ഒരു മൗനം പോലെ, ആരും അറിയണ്ട. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ചാകാത്ത ഭാഗം എവിടെയാണെന്ന്. അത് കൊല്ലണം, അതിനെ കുഴിച്ചിടണം. സ്തോത്രം. ഇനി ഒരു പരസ്യ സ്നാനം നടത്തുക ബുദ്ധിമുട്ടാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെ സ്തോത്രം, നമ്മൾ പ്രിയമക്കൾ എന്ന പദവിയിലേക്ക് കടന്നു. എബേസ്യർ 5:1. എബേസ്യർ 5:1. എബേസ്യർ 5:1. വേഗം വേഗം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. പ്രിയമക്കളായി. എങ്ങനെ? നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ പ്രിയമക്കളായി. ഇപ്പോൾ ദൈവത്തിന്റെ പ്രിയമക്കൾ എന്നതിന്, ശ്രദ്ധിക്കൂ, എന്നതിന് തമ്പുരാൻ ഒരു അംഗീകാരം നൽകി. എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:6 ഗലാത്യർക്കെഴുതിയ ലേഖനം 4:6. മക്കളാകൊണ്ട് എങ്ങനെ? യേശുവിനെ സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് മക്കളായതുകൊണ്ട്, സ്നാനപ്പെട്ട് പ്രിയമക്കളായത് കൊണ്ട്. ചിലപ്പോൾ സ്നാനപ്പെടുന്നതിന് മുമ്പേയും പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് വരും. പക്ഷേ മാനസാന്തരപ്പെടാത്തവർ ഒരിക്കലും കിട്ടുകയില്ല. എല്ലാവരും കേട്ടോന്നു? മാനസാന്തരപ്പെടാത്തവൻ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല. പക്ഷെ സ്നാനപ്പെടുന്നതിന് മുമ്പും കിട്ടിയെന്നിരിക്കാം. സ്തോത്രം. മക്കളാകെ കൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ഹൃദയങ്ങളിൽ അയച്ചു. എല്ലാവരും കേട്ടല്ലോ? നമ്മൾ പ്രാപിച്ചത് ഏതാണ്ടൊരു സ്പിരിറ്റ് അല്ല, ഇത് പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. എനിക്ക് ചിലപ്പോഴൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട്. പലരും ആത്മീയ കൂട്ടങ്ങളിലൊക്കെ വരുമ്പോൾ നല്ല സ്പിരിറ്റ് കാണിക്കാറുണ്ട്. കൈയടിക്കാനും പാട്ടുപാടാനും എന്തൊക്കെ ഒച്ച വയ്ക്കാനും സ്പിരിറ്റ് കാണിക്കാറുണ്ട്. ഇതേ സ്പിരിറ്റ് മറ്റെല്ലാ മണ്ഡലങ്ങളിലും കാണാറുണ്ട്. ഇതേ സ്പിരിറ്റ് വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോഴും സൂത്രം, പിന്നെ വേണ്ടാത്തടത്തെല്ലാം ഈ സ്പിരിറ്റ് കാണിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതങ്ങനെയുള്ള ഏതാണ്ടൊരു ഇളക്കത്തിന്റെ സ്പിരിറ്റ് അല്ല, ഇത് ഹോളി സ്പിരിറ്റ് ആണ്. മനസ്സിലാവുന്നോ? ഇത് ഹോളി സ്പിരിറ്റ് ആണ്. ആകയാൽ ഭയത്തോടെ ഇത് ഉൾക്കൊള്ളുന്നവർ ജീവിച്ചു കൊള്ളണം. സ്തോത്രം. നീ ദൈവത്തിന്റെ പൈതൽ എന്നുള്ളതിന് ഉറപ്പാക്കിക്കൊണ്ട് സ്തോത്രം, സ്വർഗം ഒരു മുദ്ര ചെയ്യുകയാണ്. നീ എന്റെ മോനാണ്, നീ എന്റെ മോളാണ്, നീ എന്റെ വകയാണ്. സ്തോത്രം. അഭിഷേകം ഇത് ദൈവത്തിന്റെ നിന്ന് നമുക്ക് ലഭിച്ച ഒരു ദൈവത്തിന്റെ കിരീടമാണ്. ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. അത് കിട്ടിയവരോട് ഞാൻ പറയുന്നു, വളരെ ഭദ്രമായി അതിനെ സൂക്ഷിച്ചുകൊള്ളണം. കിട്ടാത്തവരോട് പറഞ്ഞിരിക്കുകയാണ്, സ്നേഹത്തോടെ പറയട്ടെ, ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ നിങ്ങളത് പ്രാപിക്കണം. അത് നിസ്സാരമായി തള്ളിക്കളയരുത്. അതിനുവേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും
വേണ്ട ശുദ്ധീകരണം പ്രാപിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യണം. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. ശരി, മടങ്ങി വരാം. പഴയ നിയമ ഇസ്രായേലിന് ഒരവയവത്തിന് മാത്രമാണ് പരിച്ഛേദന. എന്നാൽ സ്വതം പുതിയ നിയമ ഇസ്രായേലിന് ഒരവയവത്തിന് മാത്രമല്ല പരിച്ഛേദന. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വചനം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വചനം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ ജഡശരീരത്തെ മൊത്തം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിലെ പരിച്ഛേദന കൈകൊണ്ടാണ്, കത്തി കൊണ്ടോ കല്ലുകൊണ്ടോ ആണ് അത് ചെയ്തിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ പരിച്ഛേദന ഇത് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാണ്. ഇത് കൈകൊണ്ടല്ല, കല്ലുകൊണ്ടല്ല, ഇത് ശരീരത്തിന് മൊത്തം അവയവങ്ങൾക്ക് പരിച്ഛേദനയാണ്. ആമേൻ, ആമേൻ. അതുകൊണ്ട് ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, ശരിയായി മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീയാണ് സാക്ഷാൽ ഇസ്രായേലിൽ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. പൗലോസ് പറയുന്നു, പണ്ട് ഞാൻ പരിച്ഛേദന ഏറ്റവനാ, പക്ഷേ അതല്ല ശരി, ഇപ്പോഴത്തതാ ശരി. വായിച്ചു. നാമല്ലോ പരിച്ഛേദനക്കാർ. പൗലോസ് പറയാണ്, പണ്ട് താനെ ന്യായപ്രമാണ പ്രകാരം പരിച്ഛേദന ഏറ്റ ആളാ, പക്ഷെ ഇപ്പോൾ കൃപയിൽ വന്നിട്ട് താൻ പറയുക, നമ്മളാണ്, വിശ്വാസത്തോട് ചേർന്ന് പറയുക, നമ്മളാണ് പരിച്ഛേദനക്കാർ. എന്താ കാര്യം? വായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. അപ്പൊ ദൈവാത്മാവിനെ പ്രാപിക്കണം, എന്നിട്ട് ആത്മാവിനെ കൊണ്ട് ആരാധിക്കണം. ഒന്ന് ശ്രദ്ധിക്കണേ, ആത്മാവ് പ്രാപിച്ചവരുടെ ശ്രദ്ധിക്കേ. ആത്മാവ് പ്രാപിച്ചവരോട് സ്വത്രം, പിന്നെ ഉത്സാഹിപ്പിച്ച്, പിന്നെ തട്ടി ഉണർത്തി, പിന്നെ ബഹളം വെച്ച്, പിന്നെ താങ്ങി, പിന്നെ ഉത്തേജിപ്പിച്ച് ഒന്നും ആത്മാവിനെ ഇളക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. സ്വത്രം, ആത്മാവ് നീ പ്രാപിച്ചു എങ്കിൽ അതിനൊരു അവസരം കിട്ടുമ്പോൾ സ്തോത്രം, നിന്റെ ആത്മാവിൽ നിന്നിൽ കത്തുവാൻ തുടങ്ങും. അകത്താ കത്തലുണ്ടെങ്കിൽ നിന്റെ നാവിൽ കൂടെ അത് പുറത്തും വരും. വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ പറയാം. നാമല്ലോ പരിച്ഛേദനക്കാർ. എന്താ അതിന്റെ തെളിവ്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും പിന്നെ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും. ഇതിനെ നമ്മെ യോഗ്യരാക്കി തീർത്ത ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അവിടെ 2-3 കാര്യം വായിച്ചു. 1, ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. 2, അതിന് നമ്മെ അർഹരാക്കിയ ക്രിസ്തുവിൽ പ്രശംസിക്കുകയും. 3, ഈ 3 കാര്യവും മനസ്സിലാവുന്നുണ്ടോ? ജഡത്തിലും സ്വയത്തിലും തന്നെത്താൻ ഒന്നിലും പ്രശംസിക്കാത്തവരായിരിക്കണം. വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ പറയാം. പോരാ, ശക്തിയോടെ ഒരു ഹല്ലേലൂയ. അപ്പോൾ നാമാണ് പരിച്ഛേദനക്കാർ, നമ്മളാണ് ആത്മീയ ഇസ്രായേലിയർ. ശ്രദ്ധിക്കൂ, പഴയ നിയമത്തിനത് അക്ഷരീയ ഇസ്രായേൽ. അവനുണ്ടായിരുന്ന ശത്രു പിശാചുണ്ട്, എങ്കിലും കാണുന്ന ശത്രുവാണ് ഫിലിസ്ത്യൻ. നമ്മൾ ആത്മീയ ഇസ്രായേൽ, നമ്മൾ കാണാത്ത ശത്രുവാണ് നമുക്കുള്ളത്. മനസ്സിലാവുന്നു? സ്തോത്രം, ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വചനം. മറ്റൊരാൾ യാക്കോബ് 4-ന്റെ 7-ാം വചനം വേഗത്തിൽ. സ്തോത്രം, പഴയ നിയമ ഇസ്രായേലിനെ കാണുന്ന ശത്രു, നമ്മൾ ആത്മീയ ഇസ്രായേൽ ആകയാൽ കാണാത്ത ശത്രു. വായിച്ചോ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. നിങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ട്, എതിരാളിയുണ്ട്. അവൻ കാണത്തക്കവണ്ണമല്ല വരുന്നത്, കാണുന്നവനല്ല. അവൻ പിശാചാണ്, അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അവന്റെ ലക്ഷ്യം ഗുണപ്പെടാത്തവരെയല്ല, മനസ്സാന്തരപ്പെടാത്തവരെയല്ല, കളൂടിയന്മാരെയല്ല, ലോകമക്കളെയല്ല. അവന് വിഴുങ്ങുവാൻ താല്പര്യമുള്ളത് അവന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി ദൈവജനമെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകളോടാണ് അവന് താല്പര്യം. അവരെ വിഴുങ്ങുവാൻ അവൻ തിരഞ്ഞു നടക്കുകയാണ്. സ്തോത്രം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ പിശാചിനെ, ഈ അലറുന്ന സിംഹത്തിന് ആളുകളെ തിന്നാ പോലെ, തിന്നാൻ സമയം എടുക്കുന്നതുകൊണ്ട് കിട്ടിയ പാടെ വിഴുങ്ങുന്നതാണ് അവന്റെ പണി. സ്തോത്രം. ചിലരെയൊക്കെ അവൻ വിഴുങ്ങിയാണ് വെച്ചിരിക്കുന്നത്, എങ്കിലും അതിനകത്തിരുന്നോണ്ട് ചിലപ്പോഴൊക്കെ അന്യഭാഷ പറയാറുണ്ട്. മനസ്സിലായോ? ഹല്ലേലൂയ.
സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധിക്കൂ. അപ്പോൾ പഴയ നിയമ ഇസ്രായേലിനെ കാണുന്ന ശത്രു, അക്ഷരീയ ഇസ്രായേലിനെ കാണുന്ന ഫെലിസ്ത്യൻ, ആത്മീയ ഇസ്രായേലിനെ കാണാത്ത ശത്രു. എന്നാൽ ഇവൻ അലറുന്ന സിംഹം പോലെ പ്രവർത്തിക്കുന്ന പിശാചാണ്. അവൻ നമ്മുടെ എതിരാളിയാണ്. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് സ്തോത്രം. 2 കാര്യം നിങ്ങൾ ചെയ്യണം. 1, ദൈവത്തിന് കീഴടങ്ങണം. ദൈവം കീഴടക്കാൻ വേണ്ടി ആരും നോക്കിയിരിക്കരുത്. നിങ്ങൾ അടങ്ങിക്കൊടുക്കണം, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കണം, ദൈവത്തിന് കീഴടങ്ങണം. അപ്പോൾ തന്നെ പിശാചിനോട് നിങ്ങൾ നമുക്ക് പിശാചുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. ആമേൻ. ഒരിക്കൽ യേശു തന്നെ പിടിക്കാൻ വന്ന കൂട്ടത്തോട് പറഞ്ഞു, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനുമായിട്ട് ഒരു കാര്യവുമില്ല. പിശാചും നമ്മളുമായിട്ട് ഒരു കാര്യവുമില്ലെന്ന് എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം കൂടെ നിങ്ങൾ ഗ്രഹിക്കണം. അവൻ്റെ ഒരു സാധനവും നമ്മുടെ കയ്യിലില്ലെന്ന്. എല്ലാവർക്കും പിടി കിട്ടിയോന്നോ? അവൻ്റെ ഒരു ചരക്കും എൻ്റെ കയ്യിലില്ലെന്ന്. പല ചരക്കും നിൻ്റെ കയ്യിൽ എഴുന്നാലുണ്ടല്ലോ, നീ ശാസിച്ചാലും പൽസിച്ചാലും ഓട്ടിച്ചാലും ബൈബിളെടുത്ത് പിടിച്ചോണ്ട് നിന്ന് ബഹളം വെച്ചാലും പുള്ളി പോകത്തില്ല. അവൻ്റെ സാധനം നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ പോവില്ല. മനസ്സിലായോ എന്തോ? സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ചരക്കൊന്നും നിന്റെ കയ്യിലില്ലെങ്കിൽ സ്തോത്രം, അവനും നീയുമായിട്ട് ഒരു കാര്യവുമില്ല. അവനോട് എതിർത്ത് നിൽക്ക്, എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. മടങ്ങി വരാം. അപ്പോൾ ഈ ഫെലിസ്ത്യനെ അവർ ഒതുക്കി, അല്ലെങ്കിൽ അവൻ ഒതുങ്ങി. അതുപോലെ നമ്മുടെ എതിരാളിയെ നമ്മൾ ഒതുക്കണം. നമ്മുടെ എതിരാളിയെ നമ്മൾ ഒതുക്കണം. നമ്മുടെ പ്രതിയോഗിയെ നമ്മൾ ഒതുക്കണം. നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ടനെ നമ്മൾ ഒതുക്കണം. അവൻ ഒതുക്കിയാൽ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് പ്രാപിക്കാം. വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. ദൈവമക്കളെ ശ്രദ്ധിക്കൂ. അവനെ ഒതുക്കുവാൻ ഇസ്രായേൽ മക്കൾ ചെയ്തൊരു 4 കാര്യമുണ്ട്. അത് നമ്മളും ചെയ്താൽ നമ്മുടെ എതിരാളിയെ നമുക്ക് ഒതുക്കാം. ദൈവകൃപയിൽ വന്ന ദൈവത്തിന്റെ പൈതല്, വിശ്വാസികളായ ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ സഭയെ നമ്മൾ ദൈവകൃപയിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് പിശാചില്ലെന്നും അവൻ നിന്നെ കണ്ടിട്ട് ഇപ്പോ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ നേരെ അവൻ കണ്ണുവെച്ചിരിക്കുകയാണ്. സ്തോത്രം. നിന്റെ പല നന്മകൾക്കും തടസ്സം അവനാണ്. അവനെ ഒതുക്കുവാൻ നീ തയ്യാറാകണം. സ്തോത്രം. അവൻ ഒതുങ്ങിയാൽ നിന്റെ അവകാശമെല്ലാം നിന്റെ കയ്യിൽ വന്നു ചേരും. നിന്റെ വിടുതലുകളെല്ലാം നിന്റെ കയ്യിൽ വന്നു ചേരും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, നിന്റെ പ്രതിയോഗിയെ നീ ഒതുക്കണം. ഇല്ലെങ്കിൽ അവൻ നമ്മളെ ഒതുക്കും. ഞാൻ അത് ആദ്യമേ പറഞ്ഞു, മറക്കരുതേ. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണമായിട്ട് നമുക്കൊരു കോംപ്രമൈസും ഇല്ല. സാധാരണമായിട്ട് നമുക്കൊരു അനുരഞ്ജനവുമില്ല. അവൻ നമ്മുടെ മറ്റേ ശത്രുവാണ്. അവനെ ഒതുക്കണം. ഇല്ലെങ്കിൽ അവൻ നമ്മെ ഒതുക്കി കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ ഫെലിസ്ത്യനെ ഒതുക്കാൻ എന്താ ചെയ്തേ? അവർ 4 കാര്യം ചെയ്തു. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കൂ. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വചനം, അതിന്റെ 3-ാമത്തെ ഭാഗം ഒന്ന് നോക്കി വായിച്ചാൽ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. 7-ന്റെ 3-ാമത്തെ ഭാഗം, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തു. ഇസ്രായേൽ മക്കളാണ് കേട്ടോ. ഇസ്രായേൽ മക്കളാണ് കേട്ടോ. ദൈവമക്കളാണ് കേട്ടോ. ദൈവത്തെ അറിഞ്ഞവരാണ് കേട്ടോ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കേട്ടോ. ദൈവത്തായി വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഫെലിസ്ത്യൻ വെല്ലുവിളിക്കുവാൻ കാര്യമെന്തെന്ന് ചോദിച്ചാൽ, സ്വതന്ത്രം, ഇവർക്ക് അവനെ ഒതുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഇടയിൽ പാപമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പാപമുണ്ട്. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ,
നമ്മുടെ പ്രതിയോഗിയെ ഒതുക്കുവാൻ താല്പര്യമുണ്ട്. അവൻ ഒതുങ്ങണമെങ്കിൽ, നമുക്ക് അവനെ ഒതുക്കണമെങ്കിൽ നമ്മുടെയും ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റുപറയണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, അതെന്നതാ? ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളാണ് നമ്മുടെ നന്മകൾക്ക് തടസ്സമായിരിക്കുന്നത്. യിരെമ്യാവിന്റെ പ്രവചനം 5-25 വചനം. യിരെമ്യാവിന്റെ പ്രവചനം 5:25. ഇവ മാറിപ്പോവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. നിനക്ക് വരേണ്ട നന്മ, നിനക്ക് വരേണ്ട വിടുതൽ, നിനക്ക് വരേണ്ട അനുഗ്രഹം, നിന്റെ കുടുംബത്തിന് വരേണ്ടത് അത് വഴിമാറിപ്പോയി. നമ്മുടെ വിചാരം അയൽ വീട്ടുകാരൻ ശൂദ്രം ചെയ്തതാണെന്ന്. വേറെ ചിലർ വിചാരിക്കുന്നത് ഏത് പ്രാർത്ഥന നടത്തിയത് കൊണ്ടാണ് ഇഞ്ഞു കയറാതെ അങ്ങ് പോയെന്ന്. അതൊന്നും അല്ല കാര്യം കേട്ടോ. സ്തോത്രം. നമ്മുടെ പാപങ്ങളാൽ ഈ നന്മകൾ വഴിമാറിപ്പോയിരിക്കണം. അടുത്ത്, നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. എല്ലാവരും കേട്ടല്ലോ. നമ്മുടെ വിചാരം നാട്ടുകാരുടെ പാപമാണ് നമുക്ക് ഈ തലവേദനയായെന്നില്ല. നിന്റെ പാപം നിമിത്തം നിന്റെ നന്മകൾ നീ മുടക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നോ? ആരാ നിന്റെ നന്മ മുടക്കിയത്? അവരവരാ. മനസ്സിലാക്കുമോ? നിന്റെ പാപത്താൽ, നിന്റെ അകൃത്യത്താൽ നിന്റെ നന്മ മുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രി സാവകാശം ഒന്ന് ഇരുന്ന് ചിന്തിക്കണേ, എന്തുകൊണ്ടാ എൻ്റെ നന്മ മുടങ്ങുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ആ വചനം വിശ്വസിക്കുന്നവർക്ക് കരങ്ങളെ തട്ടിയെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. നീ നേരോടെ നടന്നാൽ, ദൈവവചന വ്യവസ്ഥയിൽ ജീവിച്ചാൽ, വിശുദ്ധിയിൽ ജീവിച്ചാൽ നിനക്ക് അവകാശപ്പെട്ട സകല നന്മകളും കൃത്യമായി നിന്റെ കയ്യിലും വീട്ടിലും എത്തിച്ചേരും. വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ പറയാം. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നിന്റെ അകൃത്യം, നിന്റെ പാപമാണ് അത് മുടക്കി കിടക്കുന്നത്, മുടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളുടെ പാപം എന്താണ്? ശ്രദ്ധിക്കണേ, ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ദൈവമക്കളുടെ പാപം എന്താണ്? നമ്മൾ സാധാരണ നിലയിലെ 7-ാം കൽപ്പന ലംഘിക്കാറില്ല, ബാങ്ക് കൊള്ളയടിക്കാറില്ല, ആരെയും കൊല്ലാറില്ല, മുഴുത്ത ചീത്ത വിളിക്കാറില്ല, പിന്നെ നിവൃത്തിയില്ലാതെ വന്നാൽ വിശുദ്ധ ചീത്തയെ വിളിക്കാറുള്ളൂ. അല്ലേ? സഹോദരം, ഈ അന്യഭാഷ പറയുന്ന വാക്കുകൾ കൊണ്ട് അന്യായ ഭാഷകളൊന്നും പറയരുത്. ഒന്നുകിൽ ഇത് പറയണം, അല്ലെങ്കിൽ മറ്റത് പറയണം. മനസ്സിലാകുന്നോ? അന്യഭാഷ പറയുന്നവരെ ശ്രദ്ധിക്കേ, കേട്ടോ, നിന്റെ വായിൽ നിന്ന് അന്യായ ഭാഷ വരരുത്. ശരി, എനിക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമല്ലോ, മടികരാം. അപ്പോൾ ദൈവമക്കളുടെ പാപം എന്താണ്? നമ്മളോട് ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊരു വലിയ മർമ്മമാണ്. നമ്മളോട് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ കുഴപ്പം ചെയ്യാൻ പറഞ്ഞത് ചെയ്യാറില്ല. അതാണ് നമ്മുടെ കുഴപ്പം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? രണ്ടിനും ഒരേ വെയിറ്റാണ്. നമ്മുടെ കൊച്ചിനോട് തന്നെ പൈപ്പിൽ വെള്ളം തുറന്ന് വിടരുത്, ലൈറ്റ് ഓണാക്കി ഇടരുത്, സ്തോത്രം, ഗ്യാസ് തുറന്ന് വിടരുത്, ഇങ്ങനെ ചിലത് അരുതേ 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 എന്ന് പറഞ്ഞു. വേറെ ചിലത് ചെയ്യാൻ പറഞ്ഞു. കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പഠിക്കണം, ഇളയ കുട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ട് അവളുടെ പുസ്തകവും കൂടെ എടുത്തുകൊണ്ട് നീ പോകണം. ചെയ്യാൻ പറഞ്ഞു, ചെയ്യരുതാത്തതും പറഞ്ഞു. നിങ്ങൾ വൈകിട്ട് വരുമ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യും? തല്ല് കൊടുക്കും. ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കാര്യം അറിയാം. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞത് തന്നെ, ചെയ്യരുതെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നില്ല, ഓക്കെ, നിവൃത്തിയില്ലാതെ വല്ലപ്പോഴും ചെയ്തു പോയാലും അല്ലേ, സ്തോത്രം. എന്നാൽ ചെയ്യാൻ പറഞ്ഞത് പലപ്പോഴും ചെയ്യാറില്ല. അതിൻ്റെ പേരാണ് അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യം തെറ്റിക്കുന്നത്. 119-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം വായിക്കാം. 119-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഏറെക്കുറെ അനുസരിക്കാനല്ല, 98% അനുസരിക്കാനല്ല, കൃത്യമായി അനുസരിക്കണം.
അപ്പൊ ദൈവമക്കൾക്ക് ദൈവിക വിഷയങ്ങളിൽ ഒരു കൃത്യത വേണം. കൃത്യം എവിടെ തെറ്റുമോ അതിൻ്റെ പേരെന്തുവാ? അകൃത്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ കൃത്യത വേണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്നോ? പ്രാർത്ഥനയിൽ കൃത്യത വേണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നതും പ്രാർത്ഥനയിൽ ഉറങ്ങുന്നതും അകൃത്യമാണ്. ഓ, ചിലർക്ക് എന്തോ സന്തോഷം തോന്നി. രണ്ടും കൂടെ പോവാം. പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നതും പ്രാർത്ഥനയിൽ ഉറങ്ങുന്നതും. ഒരു ദിവസം മിനിമം 2.5 മണിക്കൂർ ദൈവത്തിൻ്റെ വകയാണ്. അത് കൃത്യമായിട്ട് കൊടുക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ 40 ദിവസം ഉപവാസമല്ലേ, അതിന് ഒരു 5 മണിക്കൂറെങ്കിലും കൊടുക്കണം. കേട്ടാ എല്ലാവരും? ഈ 2.5 മണിക്കൂർ ദൈവത്തിൻ്റെ സമയമാണ് എല്ലാ ദിവസത്തിൻ്റെയും. നിൻ്റെ ആരോഗ്യത്തിൻ്റെയും 10-1 ദൈവത്തിൻ്റെ വകയാണ്. മനസ്സിലായോ? നിൻ്റെ എല്ലാത്തിൻ്റെയും 10-1 ദൈവത്തിൻ്റെ വകയാണ്. കൂടുതലെല്ലാം കൊടുത്താൽ പറയാം ഞാൻ കൊടുത്തെന്ന്. എല്ലാവരും കേട്ടോ? അങ്ങനെയായാൽ എങ്ങനെയെന്നായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നമുക്ക് തന്നതല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ തന്നവന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണം. സ്തോത്രം. ആരോഗ്യത്തിന് 10-1 ദൈവത്തിന് വക കൊടുത്തേക്കണം. സമയത്തിന് 10-1 ദൈവത്തിന് വക കൊടുത്തേക്കണം. ദൈവം തരുന്ന എല്ലാ നന്മയുടെയും മിനിമം 10-1. പുതിയ നിയമവിശ്വാസികളോട് ഞാൻ പറയുകയാണ്, പഴയ നിയമവിശ്വാസികൾ കൊടുത്തതെങ്കിലും കൊടുക്കണം. 10-1 ദൈവം നിങ്ങൾക്ക് തരുന്ന എല്ലാ നന്മയുടെയും കൃത്യമായ ദശാംശം എങ്കിലും ദൈവത്തിന് കൊടുക്കണം. സാമ്പത്തിക വിഷയത്തിൽ സ്തോത്രം. പുതിയ നിയമത്തിൽ അത് കൊടുത്താൽ പോലെ കൂടുതൽ കൊടുക്കണം. ദശാംശത്തിന് 1 പൈസ കുറച്ച് ദൈവത്തിന് കൊടുത്താൽ അത് കാണിക്കുകയാണ്. പിന്നെ ദശാംശം 1 കൊടുക്കണം. മനസ്സിലായോ എന്തോ? അതുപോലെ നിങ്ങൾക്ക് ദൈവം തരുന്ന നന്മയിൽ നിന്ന് ശ്രദ്ധിക്കണേ, പലരും ദശാംശമൊക്കെ കൊടുക്കുന്നത് ഒടുവിലത്തെ കാര്യമാണ്. ആദ്യം നമ്മുടെ കടക്കാർക്ക് കൊടുക്കും, പിന്നെ സ്വതന്ത്രം നാട്ടിൽ അയക്കാനുണ്ടെങ്കിൽ അയക്കും, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാനുള്ള കൊടുക്കും. എല്ലാം കൊടുത്ത് വരുമ്പോൾ പിന്നെ ദൈവത്തിന് കൊടുക്കാനുള്ളത് കാണൂല. സ്വതന്ത്രം. പിന്നെ നമുക്കൊരു സമാധാനം, ദൈവം വഴക്കുണ്ടാക്കാൻ വരില്ലല്ലോ, അതുകൊണ്ട് പിന്നീട് ആയാലും കൊടുത്തോളാം. സ്വതന്ത്രം. പക്ഷെ വചനം പറയുന്നു ആദ്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. നിങ്ങൾക്ക് ഏത് നന്മ കിട്ടിയാലും വീട്ടിൽ കൊണ്ടുവന്ന കുടുംബം ഉണ്ടെങ്കിൽ ഒരുമിച്ച് സ്വതന്ത്രം പറഞ്ഞിട്ട് ഫസ്റ്റിൽ ദൈവത്തിൻ്റെ വീതം മാറ്റിവെക്കണം. മാറ്റിവെച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് എടുത്തിട്ട് പറയണം, കർത്താവ് ഇതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഓടിക്കാൻ എന്നെ സഹായിക്കണം, വേണ്ടാത്ത ഒരു ചെലവും വന്ന് വീണ് കുഴപ്പത്തിലൊന്നും ആക്കരുത്, ദൈവം എന്നെ സഹായിക്കണം. ഇനി മാറ്റിവെച്ച തുക അപ്പൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടിക്കറ്റിന് ആ പൈസ എടുക്കരുത്. എല്ലാവരും കേട്ടൊന്നു. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 14-ാമത്തെ വചനം. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 14-ാം വചനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേഗം. എന്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല. ഞാൻ മാറ്റിവെച്ച ദൈവത്തിന്റെ പണത്തിൽ നിന്ന് എനിക്ക് എത്ര ദുഃഖം വന്നാലും, മരണക്കേസുകൾ വീട്ടിൽ വന്നാലും ഞാൻ അത് എടുത്തിട്ടില്ലെന്ന്, എടുത്ത് തിന്നിട്ടില്ലെന്ന്. പിന്നെ അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കി വെച്ചിട്ടില്ല. എനിക്ക് പാസ്പോർട്ട് അല്പം ഇഷ്ടമില്ലായ്മ വന്നതുകൊണ്ട് 2-3 ആഴ്ച പള്ളിയിൽ പോയില്ല. ആ മാസത്തിലെ ശമ്പളം കിട്ടിയ ആഴ്ചയിൽ ഞാൻ പോയില്ല. അതുകൊണ്ട് അത് കൊടുക്കാതെ ഞാനെടുത്ത് തിന്നില്ലെന്ന് മാറ്റിയും വെച്ചില്ല. അത് കൃത്യമായിട്ട് കൊടുത്തയച്ചെന്ന്. അടുത്ത്, മരിച്ചവന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല. ചിലര് പറയുന്നത് ദശാംശം മാറ്റി വെച്ചിട്ട് ഗുണപ്പെടാത്തവനും പാവപ്പെട്ടവനും ഭിക്ഷക്കാരനും ഒക്കെ കൊടുത്താൽ അതൊക്കെ ദൈവത്തിന് കൊടുത്താണെന്ന്. എല്ലാവരും കേട്ടോന്ന്. ഇങ്ങനെ ഒന്നും ഒഴികഴിവ് പറയരുതെന്ന് കേട്ടോ എല്ലാവരും. ചിലരൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യതയില്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം ദുഃഖിപ്പിക്കാനല്ല, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യണ്ടേ, അതുകൊണ്ട് പറയുകയാണ്. കൃത്യമായിട്ട് ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തേക്കണം. സ്തോത്രം. ചിലർ വലിയ രസമാണ്, ഇവിടെ ചോദിച്ചാൽ അവരോട് എൻ്റെ ദശാംശം മുഴുവൻ നാട്ടിൽ കൊടുക്കുകയാണ്, കാരണം ഒരുപാട് സഭ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. നാട്ടിൽ ചോദിക്കുമ്പോൾ പറയും ഇവിടെ ഒന്നും വിസിറ്റേഴ്സാണ്, അതുകൊണ്ട് ഉള്ള ദശാംശം മുഴുവൻ ഇവിടെ കൊടുക്കുകയാണെന്ന്. ഇനി എവിടെ കൊടുക്കുന്നതെന്ന് അവർക്കേ അറിയാവൂ കറക്റ്റായിട്ട്. സ്തോത്രം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ദശാംശം കൃത്യമായി ദൈവത്തിന് കൊടുക്കാതെ മുടക്കിയിട്ടിട്ട് ജോലിയിൽ പ്രശ്നമോ സാമ്പത്തിക നഷ്ടമോ
എന്തെങ്കിലും കടഭാരമോ വിഷയമോ വന്നാൽ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ തലയിൽ കൈയിട്ട് അടിച്ചാലും ഇന്റർനാഷണൽ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും പ്രൈസ് ലോർഡ് അവന് കൊടുക്കുന്ന ചാപ്പാടും അവന് കടം വാങ്ങിച്ചു കൊടുക്കുന്ന പൈസയും കൂടെ കടമാവും. ഒരു പ്രയോജനമില്ല. ഈ ലോണ് എഴുതി തള്ളുന്ന കമ്പനിയല്ല, അത് കൊടുത്തു തന്നെ ആകണം. അതുകൊണ്ട് മുടക്കിയിട്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എത്രയുണ്ടെന്ന് കണക്കാക്കി നോക്കി ഒരുമിച്ചോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ കൊടുത്തേക്കണം കേട്ടോ. സ്തോത്രം. സ്നേഹത്തോടെ പറയുകയാണ്, ദൈവത്തിന് ഭയങ്കര പലിശയാണ്. ദൈവത്തിന് എത്ര ശതമാനമാണ് പലിശ? 20%. അയ്യോ, മുടിഞ്ഞ പലിശ. സ്തോത്രം. അപ്പോൾ അതും ഇതും കൂടെ കൂട്ടി വേണ്ടതുപോലെ ചെയ്തേക്കണം കേട്ടോ. കൃത്യമായിരിക്കണം. വൈകൂ. ദൈവത്തിന് സ്തോത്രം. ലേവ്യ പുസ്തകം 31 അധ്യായം 27-28. ലേവ്യ പുസ്തകം 27-31, 32. 27-31-32. ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ, ദശാംശത്തിൽ നിന്ന് വല്ലതും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് 5 ചേർത്ത് കൊടുക്കണം. അതും കൊടുക്കണം. 5 കൂട്ടി വേണം. 5 എന്ന് പറയാൻ മനസ്സിലായില്ല, 20%. ഭയങ്കര പലിശ. അതുകൊണ്ട് ഈ പലിശ കൊടുത്ത് മുടിയാതിരിപ്പാൻ കൃത്യമായിട്ട് അത് ആ സമയത്തങ്ങ് കൊടുക്കണം. കേട്ടോ എല്ലാവരും? എല്ലാം കൊടുത്തിട്ട് വേണം പിന്നെ പ്രാർത്ഥിക്കേണ്ട. നിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നോളാം. സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഇതൊക്കെ മുടക്കിയിട്ടിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. കേട്ടല്ലോ എല്ലാവരും? അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിന് മുടക്കം വരുത്തിയിട്ട് കുറുക്ക് വഴിയെ ലോൺ എഴുതിത്തള്ളാൻ വേണ്ടി കുറുക്ക് പ്രാർത്ഥന നടത്തിയാൽ ദൈവം അത് കേൾക്കത്തില്ല. അത് ചുമ്മാതെയാണ്. വചനം ഇങ്ങനെ പറയുന്നു, ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാം കൃത്യമായിരിക്കണം. കൃത്യമായിട്ട് ആരാധനയ്ക്ക് വരണം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? കൃത്യമായിട്ട് ആരാധനയ്ക്ക് വരണം. ചിലർക്ക് ഈ ആരാധനയുള്ള ദിവസം പോലും മറന്നു വരുന്നില്ലേ എന്ന്. എന്ത് ഇന്ന് നമുക്ക് പ്രാർത്ഥന, അയ്യോ ഞാൻ ഓർത്തില്ലെന്ന്. ബാക്കിയെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചിലർക്ക് ഈ ദൈവീക കാര്യങ്ങൾ തീരെ ഓർമ്മയില്ല. കൃത്യമായിട്ട് വരണം. സ്തോത്രം. വന്നാലോ കൃത്യമായിട്ട് ആരാധിച്ചേക്കണം. ഒരവസരം കിട്ടിയാൽ ആരാധിച്ചേക്കണം. കൃത്യമായിട്ട് നടക്കണം കാര്യങ്ങൾ. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് നടക്കണം. കൃത്യം തെറ്റിയാൽ എന്തോ ആകും. 8 മണിക്ക് ആരാധനയെങ്കിൽ 8 മണിക്ക് കൃത്യമായിട്ട് വന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. 7 മണിക്ക് കൃത്യമായിട്ട് വന്നേക്കണം. സ്തോത്രം. കൃത്യമായി ആരാധിക്കണം. കൃത്യമായി ഓരോ ദിവസവും വായിക്കണം. കൃത്യമായി വായിക്കണം. വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നതാണെന്ന ബോധത്തിൽ വായിക്കണം. ചിലർ വായിച്ചെന്ന് വരുത്താൻ വേണ്ടിയുള്ള വായനയുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ദൈവം എന്നോട് സംസാരിക്കണം, അങ്ങനെ വായിക്കണം. സ്തോത്രം. സുവിശേഷത്തിലേക്കൊക്കെ കൃത്യമായിട്ട് പോകണം. ഒരു ദിവസം ഒരാളിനോട് ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയെല്ലാം ദൈവീക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണം. കറക്റ്റായിട്ട് നടക്കണം. ഒഴുങ്കായിട്ട് നടക്കണം. ഒരു വ്യത്യാസമില്ലാതെ നടക്കണം. പ്രൈസ് ദി ലോർഡ്. കൃത്യം തെറ്റാതിരുന്നാൽ അകൃത്യമില്ല. കൃത്യം തെറ്റിയാൽ അകൃത്യമാണ്. ഇങ്ങോട്ട് നോക്ക്. ഒരു പാട്ടിനെ താമസിച്ച് വന്നാൽ അത് അകൃത്യമാണ്. ചിലർ പറഞ്ഞപ്പോൾ വിചാരിക്കും പാട്ടെല്ലാം തീർന്നിട്ട് ഇങ്ങോട്ട് വരാം, പാടുന്ന വേറെ ആളുണ്ടല്ലോ അവർ പാടിക്കോട്ടെ. ഒരു പാട്ടിനെ കൈയടിക്കാതിരുന്നാൽ അതും അകൃത്യമാണ്. എല്ലാവരും കേട്ടോന്തോ? ചിലരിങ്ങനെ മൗനമായിട്ടൊക്കെ മസിലൊക്കെ പിടിച്ചിരിക്കും. അപ്പോഴാണ് പാസ്റ്റർ ഒന്ന് നോക്കി. അന്നേരം പിന്നെ സ്വതോ ഹല്ലേലൂയ. ഇങ്ങനെയൊന്നും ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തെല്ലാം കൃത്യമായിട്ട് നടക്കണം. ആരെയും കാണിക്കാനൊന്നുമില്ല കേട്ടോ. കൃത്യമായിട്ട് നടക്കണം. കൃത്യം തെറ്റിയാൽ അകൃത്യമാണ്. കാര്യം മനസ്സിലായവർക്ക് മാത്രമേ ഹല്ലേലൂയ പറയാം. അപ്പോൾ അകൃത്യമുള്ളവരതെല്ലാം ഏറ്റു പറയണം കേട്ടോ. ക്ഷമിക്കേണ്ട സ്ഥാനത്ത് കൃത്യമായിട്ട് ക്ഷമിക്കാതെ കോപിച്ചെങ്കിൽ അത് നിമിത്തം പ്രശ്നം ഉണ്ടായല്ലോ. അവിടെ കൃത്യമായിട്ട് ക്ഷമിക്കേണ്ടതായിരുന്നു, ക്ഷമിച്ചില്ല. അവിടെ കോപിച്ചു, അവിടെ കൃത്യം തെറ്റി, അകൃത്യമാണ്. സ്തോത്രം. ഇതുപോലെ ഓരോന്നും അങ്ങ് ചിന്തിച്ച് കൃത്യം എവിടെ തെറ്റി, അകൃത്യമാണ്, ഏറ്റു പറയണം. 2 ദൈവമക്കളുടെ രണ്ടാമത്തെ ഭാവം അതിക്രമമാണ്. അതിക്രമം എന്നുവെച്ചാൽ ഒരു ക്രമമില്ലാത്ത പോക്ക്, ഒരു ശരിയല്ലാത്ത പോക്ക്. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, മന്ത്രിമാർ ക്രമക്കേട് കാണിക്കും, ഉദ്യോഗസ്ഥന്മാർ ക്രമക്കേട് കാണിക്കും. അതുപോലെ ദൈവമക്കളും ക്രമക്കേടുകൾ കാണിക്കാറുണ്ട്. അതാണ് രണ്ടാമത്തെ അവരുടെ പാപം. സങ്കീർത്തനങ്ങൾ 50-23 വചനം.
സങ്കീർത്തനങ്ങൾ 50:23 സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. നടപ്പ് ക്രമപ്പെടുത്തുന്നവന് എന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും ദൈവം പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ദൈവത്തിന്റെ രക്ഷ നമ്മെ കാണിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ എന്താ കാര്യം? നടപ്പിനെ ക്രമീകരിക്കുന്നില്ല. ദൈവമക്കളെ ശ്രദ്ധിക്കൂ. ഈ ദൈവ മക്കളോട് ദൈവത്തിന് പറയാനുള്ളത്, ക്രിസ്തീയ ജീവിതം ഒരു അന്തരാളമല്ല, ഒരു ആവേശമല്ല, ഒരു ഇളക്കപ്പെരുപ്പമല്ല. ഞാൻ നോക്ക്, ക്രമമായിട്ട് പോകണം, ക്രമമായിട്ട് പോകണം, ക്രമമായിട്ട് പോകണം, ക്രമമായിട്ട് പോകണം. യഹൂദ്യരുടെ രാജാവായ യോഥാം തൻ്റെ ജീവിതത്തിൽ ക്രമമായിട്ട് പോയതുകൊണ്ട് അവൻ ബലവാനായി അനുഗ്രഹിക്കപ്പെടുവാനിടയായി. 2 ദിനവൃത്താന്തങ്ങളുടെ ദിവസം 27-ാം അധ്യായം 6-ാം വചനം. 2 ദിനവൃത്താന്തങ്ങൾ 27-ന്റെ 6-ാം വാക്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ യോഥാം തന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായിട്ട് നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. എല്ലാവരും കേട്ടോ, ദൈവ മക്കൾക്ക് ഒരു അടുക്കും ചിട്ടയും വേണം, ക്രമമായിട്ട് പോകണം. ഇന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ നാളെ 1 മണിക്കൂർ 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ചയിൽ 1.25 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. ഇന്ന് 5 അധ്യായം വായിച്ചെങ്കിൽ നാളെ കുറഞ്ഞത് 6 അധ്യായം വായിക്കണം. നമ്മളെങ്ങനെയല്ല, ആവേശം വരുമ്പോഴേ രാത്രി മുഴുക്ക പ്രാർത്ഥിച്ചു കളയും. ആവേശം പോയാൽ പിന്നെ പ്രാർത്ഥിക്കാൻ വരെയില്ല, വന്നിരുന്ന ഉറങ്ങും. അങ്ങ് അന്തരാളം കയറി അങ്ങ് ആന്യം വന്നൂട്ടാ, പിടിച്ചാൽ നിൽക്കൂല, പിന്നെ പെയ്യൂട്ടാ, ഒരു രക്ഷയുമില്ല. അങ്ങ് ആന്യം കയറി വന്നൂട്ടാ പറയും, നമ്മുടെ പാസക്ക് പോലും ഇപ്പൊ കൃപയില്ലെന്ന് പറഞ്ഞു കളയും. പുള്ളിക്കിപ്പോൾ പഴയ കൃപയില്ല. സ്വതം പിന്നെ ആന്യം പെയ്യൂട്ടാ, ചിലപ്പോൾ ആരാധനയ്ക്ക് വന്നാലും മൂലയിലിരുന്ന് ഉറങ്ങുന്ന കാണാം. ഇതല്ല ക്രിസ്തീയ ജീവിതം. ക്രമമായിട്ട് പോകണം, ക്രമമായിട്ട് പോകണം, ക്രമമായിട്ട് പോകണം. എങ്കിലേ ബലപ്പെടുകയുള്ളൂ, എങ്കിലേ ദൈവപ്രസാദം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഒരാഴ്ച വലിയ ഇളക്കം, അടുത്ത ആഴ്ച ഉറക്കം. ചിലപ്പോഴൊക്കെ ഉണർവെന്ന വേദവസം കയ്യിലെടുത്താൽ താഴെ വയ്ക്കില്ല, പിന്നെ ചില ആഴ്ചയിൽ വേദവസം തൊടുകയില്ല. ചില ആരാധനയ്ക്ക് അവരങ്ങ് അന്യഭാഷ തുടങ്ങിയാലുണ്ടല്ലോ, അടുത്തിരിക്കുന്നവർക്ക് തലവേദന, പ്രസംഗം കേൾക്കാനും കൂടെ ഒക്കില്ല. പിന്നെ ചിലപ്പോഴുണ്ടല്ലോ ഒരു പിന്നെ മിണ്ടത്തേയില്ല. ഇതല്ല, അത് ക്രമം വേണം. ഒരു ക്രമീകരണത്തിന് ഇങ്ങനെ പോകണം. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായവർക്ക് ഹല്ലേലൂയ പറയാം. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, ഈ ക്രമീകരണം ഉണ്ടോ? ക്രമം തെറ്റിയാൽ അതിന്റെ കാര്യം എന്താ? അതിക്രമം. അപ്പൊ ഏറ്റു പറയാനുണ്ടോ? സ്തോത്രം. മൂന്നാമത്തത്, ദൈവമക്കളുടെ പാപം ലംഘനമാണ്. ലംഘനം. സ്തോത്രം. എസെക്കിയേലിന്റെ പ്രവചനം 20-ാം അധ്യായം 11-ാം വാക്യം. എസെക്കിയേലിന്റെ പ്രവചനം 20:11. വേഗം. എസെക്കിയേൽ 20:11. ഞാൻ എന്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, ഞാൻ എന്റെ ചട്ടങ്ങളെ, നിയമത്തെ അവർക്ക് കൊടുത്തു, എന്റെ വിധികളെ അവരെ അറിയിച്ചു, എന്റെ വിധികളെ അവരെ ഞാൻ അറിയിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവ ഏറ്റെടുത്ത് അതുപോലെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനം അനുസരിച്ച് ജീവിക്കണം. ഇത് സ്വതന്ത്രം വിട്ടുകളയരുത്, മറക്കരുത്. 2 വാക്യം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ വായിക്കൂ. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 12-ാമത്തെ വചനം, മറ്റൊരാൾ 38-ാമത്തെ വചനം. ഈ കാര്യം ചെയ്യരുത് എന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ ഇവിടെ വായിച്ചു കേട്ടോ. ചെയ്യരുതെന്ന് വിലക്കിയിരുന്നു. കേട്ടോ എല്ലാവരും? വിലക്കിയിരുന്നു, അവരത് ചെയ്തു. അതാണ് ലംഘനം. ദൈവത്തിന്റെ നിയമത്തെ അവർ ലംഘിച്ചു. വിലക്കിനെ ലംഘിച്ചു. സ്തോത്രം. 38-ാം വചനം. 38. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കരുത്. മതി. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ, ദൈവം നമുക്ക് തന്ന നിയമത്തെ മറക്കരുത്. നിയമം മറക്കരുത്. കാര്യം മനസ്സിലായവർക്ക് ഹല്ലേലൂയ പറയാം. ശക്തിയോടെ ഹല്ലേലൂയ. നിയമത്തെ മറക്കരുത്. സ്തോത്രം. ഇനിയും ഇത് ദൈവത്തിന്റെ പദ്ധതി. ഇനി ഇങ്ങോട്ടൊക്കെ നമ്മൾ ദൈവത്തോട് പല തീരുമാനങ്ങൾ എടുത്തിട്ടില്ലേ, അത് ലംഘിച്ചാൽ അതും ലംഘനമാണ്. ഉദാഹരണം, ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 35-ാം വചനം.
ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 35-ാം വചനം. സോദരം സോദരം സോദരം. അവളെ കണ്ടയുടനെ ആ അവൻ തന്റെ വസ്ത്രം കീറി, യെസ്, അയ്യോ എന്റെ മകളെ, ആ നീ എന്റെ തല കുനിയിച്ചു, ആ നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. അടുത്ത്, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, ദൈവത്തോട് ഞാനൊരു വാക്ക് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. ദൈവത്തോട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് ലംഘനമാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്? കർത്താവേ, ഞാൻ എന്നോട് നിനക്ക് വേണ്ടി ജീവിക്കാം, എന്നിട്ട് എന്താ ജീവിക്കാത്തെ? കർത്താവേ, ഞാൻ ഇത്ര സമയം പ്രാർത്ഥിക്കാം, നിങ്ങൾ തീരുമാനിച്ചതാ, നിങ്ങൾ പറഞ്ഞതാ, എന്താ അങ്ങനെ ചെയ്യാത്തെ? സ്തോത്രം. കർത്താവേ, ഞാൻ ഇന്നടത്തൊക്കെ പോയി യേശുവിനെ കുറിച്ച് പറയാം, രോഗികളെ പോയി കാണാം, നിങ്ങളല്ലേ തീരുമാനിച്ച് പറയും, എന്താ നിങ്ങൾ ചെയ്യാത്തെ? നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ ലംഘിച്ചു, അത് ലംഘനമാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ പറയുന്ന കൊച്ചു കാര്യം ദൈവം എഴുതി വെക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? നിങ്ങൾ പറയുന്ന നിസ്സാര കാര്യങ്ങൾ ദൈവം എഴുതി വെക്കും. അത് ലംഘിച്ചാൽ ലംഘനമായിട്ട് അവിടെ കർത്താവ് കണക്കാക്കും. സ്തോത്രം. അതുപോലെ ദൈവസേന നമ്മുടെ പലതും നേരാറുണ്ട്, ചാടിക്കേറിയങ്ങ് നേരും, പിന്നെ അത് നിവർത്തിക്കാറില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 5-ാം വചനം, അതിൽ ലംഘനമാണ്. സഭാപ്രസംഗി 5:5. സ്തോത്രം. വേദം, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നേരാതെ ഇരിക്കുന്നത് നല്ലത്. അടുത്ത്, നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന്, നിങ്ങൾ വാ കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ, ദൈവത്തോട് പറഞ്ഞാൽ അത് ചെയ്യണം. അത് ചെയ്തില്ല എങ്കിൽ അത് പാപമാണ്. സ്തോത്രം. നേരാതിരിക്കുന്നത് പാപമല്ല, നേർന്നിട്ട് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം, ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യണം, പോകാന്ന് പറഞ്ഞാൽ പോകണം. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. ചെയ്തില്ല എങ്കിൽ ലംഘനമാണ്. ചിലരുണ്ട്, ആവേശം വരുമ്പോൾ ഓരോന്നങ്ങ് പറയും, ഒടുവിലിരുന്നുകൊണ്ട് ആലോചിക്കും, അത് വേണമായിരുന്നോ, അത് നടക്കും ഇനിയിപ്പോൾ എന്നെ കൊണ്ട്, പിന്നെ ഇരുന്നുകൊണ്ട് ആലോചിക്കും, അത് പാവമാണ് കേട്ടോ. സദൃശവാക്യങ്ങൾ 20:25. സദൃശവാക്യങ്ങൾ 20:25. സ്തോത്രം സ്തോത്രം സ്തോത്രം. പെട്ടെന്ന് സദൃശവാക്യങ്ങൾ 20:25. ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും, നീ ആവേശം പിടിച്ച് ഒരു പ്രസംഗം കേൾക്കുമ്പോഴോ നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യനുള്ള ഒരു കെണി. മനുഷ്യന് ഒരു കെണി. ഈ കെണിയിൽ എത്ര പേര് ചാടിക്കിടക്കുന്നു? കേൾക്കുമ്പോഴൊരു ആവേശം വരും, അങ്ങ് തീരുമാനം എടുക്കും, പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് ആലോചിക്കുന്നത്. ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഒന്ന് അനക്കി കൊടുക്കും, നിങ്ങൾ എന്തോന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങ് തുടങ്ങുന്നത്, ഇതൊക്കെ ശരിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തത്രപ്പെട്ടൊരു കാര്യം പറയുന്നതും പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതും കെണിയാണ്. മനസ്സിലാകുന്നോ? സ്തോത്രം സ്തോത്രം. അപ്പോ ദൈവമക്കൾക്കുള്ള പാവമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഏതൊക്കെ? സ്തോത്രം. അകൃത്യം, അതിക്രമം, ലംഘനം. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട്, ശ്രദ്ധിക്കൂ, ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 15-ാം വാക്യം, യിരെമ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 12-ാം വചനം വായിക്കൂ. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. ഞാൻ എന്റെ കണ്ണിനെ മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും, പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞാൽ ഉറക്കെ പ്രാർത്ഥിച്ചാലും, ഇടയ്ക്ക് അന്യഭാഷയും കൂടെ പറഞ്ഞ് ആത്മാവിലാക്കി പ്രാർത്ഥിച്ചാലും, കൈ വീശി പ്രാർത്ഥിച്ചാലും, ചാടി പ്രാർത്ഥിച്ചാലും, നിന്ന് പ്രാർത്ഥിച്ചാലും, കറങ്ങി പ്രാർത്ഥിച്ചാലും, ഒരുപാട് പ്രാർത്ഥന ഉണ്ടല്ലോ. ഏത് സൈസിൽ ഇതൊക്കെ ചെയ്താലും ശരി, ഞാനത് ശ്രദ്ധിക്കില്ല. എന്താ കാര്യം? നിങ്ങളുടെ കയ്യിൽ കുഴപ്പങ്ങളിരിക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നേ. സ്തോത്രം. ഇന്ന് ഉപവാസം സ്വീകരിക്കുമോ? യിരെമ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 12-ാം വചനം, യിരെമ്യാവ് 14:12. സ്തോത്രം സ്തോത്രം സ്തോത്രം. പെട്ടെന്ന് യിരെമ്യാവ്, അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കുകയില്ല. അയ്യോ, കഷ്ടമായി പോയല്ലോ. പിന്നെ നമ്മളിനിപ്പോൾ 40 ദിവസം ഇരിക്കാനും പോണ. കേൾക്കുന്നുണ്ടോ? പിന്നെ അവർ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കുകയില്ല. നിന്ന് ചാടി ആടി ആരാധിക്കുമ്പോഴും അന്യഭാഷകൾ കുറെ നേരം സ്തുതിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ഭയങ്കര പരിപാടിയാണ്. ഞാനിതൊന്നും ശ്രദ്ധിക്കില്ലെന്നാണ് ദൈവം പറഞ്ഞത്.
കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. എന്താ കാര്യമെന്നറിയാമോ? നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങൾ കയ്യിലിരിക്കുകയാണ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ഉപവാസം വിജയിക്കണമെങ്കിൽ ഉപവാസം ദൈവത്തോട് ചേർന്ന് വസിക്കണം. ദൈവത്തോട് ചേർന്ന് വസിക്കണമെങ്കിൽ, ഉപവസിക്കാൻ പറഞ്ഞവനോട് ചേർന്ന് വസിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ക്രമപ്പെടണം. ഓരോരുത്തരും പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, ആരാധന തുടങ്ങിയപ്പോൾ തമ്പുരാൻ വന്ന് അടുത്ത് നിൽക്കുകയായിരുന്നു. തെറ്റൊക്കെ ഏറ്റു പറഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, അതോ വന്ന ഉടനെ അന്യഭാഷയിൽ തുടങ്ങിയോ എന്ന് ദൈവം ഒന്ന് ശ്രദ്ധിച്ച് കേട്ട്. വായിക്കൂ, ഇരമ്യാവിന്റെ പ്രവചനം 8-ാം വചനം. ഇരമ്യാവിന്റെ പ്രവചനം 8:6. ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു. ഞാൻ കണ്ടോ പറഞ്ഞു കേട്ടോ? തമ്പുരാൻ ഓരോരുത്തരെയും പ്രാർത്ഥനയുടെ സമയത്ത് ചിലർ വന്ന ഉടനെ സ്തോത്രം, ഞാൻ ആൾ വലിയ ദിവ്യനാണെന്നുള്ള മട്ടിലാണ് കൊണ്ട് വേദോസമൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങനെ വന്ന് അങ്ങനെ ഇരുന്നു, പിന്നെ ഇരുന്നു എഴുച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോയി. സ്തോത്രം. തമ്പുരാൻ ഓരോരുത്തരുടെയും അടുക്കൽ വന്ന് ശ്രദ്ധിച്ച് കേട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉണ്ടാക്കിയ അകൃത്യം, അതിക്രമം, ലംഘനം ഇതൊക്കെ കുറ്റം സമ്മതിച്ച് ഏറ്റു പറയുന്നുണ്ടോ എന്ന് അടുത്ത് വന്ന് ശ്രദ്ധിച്ച് കേട്ടെന്ന്. അല്ല ആരവാരം കേൾക്കഞ്ഞോട്ട് മാറിയല്ലോ നിന്നത്, ഓരോരുത്തരുടെ അടുത്ത് വന്ന് ശ്രദ്ധിച്ച് കേട്ടു. അടുത്ത് അവർ നേര് സംസാരിച്ചില്ല. എന്താ ഈ നേര് പറയാത്തെ? ചെയ്ത തെറ്റുള്ളതുപോലെ പറഞ്ഞില്ല. ചിലർ സാക്ഷി പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച കർത്താവിൻ്റെ ജയോത്സവമായിട്ട് സന്തോഷത്തോടെ നടത്തി, നല്ലവനാണ് വല്ലവനാണ്, ഭാര്യയും ഭർത്താവും അടികൂടി, അത് പറഞ്ഞില്ല. അങ്ങോട്ടോട് ചീത്ത വിളിച്ചു, അത് പറഞ്ഞില്ല. അതല്ലേ സത്യം? സത്യം പറയണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങി, അതല്ലേ സത്യം? അത് പറയണം. ഇവിടെ പ്രാർത്ഥന നടന്നപ്പോൾ വേറെ അടുത്ത് നിന്നിരുന്ന് വാഴ അടിച്ചുകൊണ്ടിരുന്നു, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാതെ, അത് പറയണം. അതാണ് സത്യം. സത്യം പറയുമെന്നാണ് ദൈവം നോക്കിയത്, അല്ല ഉരുട്ടി പറയുന്നതല്ല ദൈവം നോക്കിയത്. മനസ്സിലായോ? എന്തോ സ്തോത്രം. സന്ധ്യപ്രാർത്ഥന ഒഴിവാക്കിയ പുരുഷന്മാരുണ്ട്, അവരത് പറഞ്ഞില്ല. സന്ധ്യപ്രാർത്ഥനയിൽ ചാരിയിരുന്ന് ഉറങ്ങി കോട്ടുവായ അടിച്ചവരുണ്ട്, അത് പറഞ്ഞില്ല. സ്തോത്രം. നേര് പറഞ്ഞില്ല. അടുത്ത് അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെ കുറിച്ച് അനുദപിച്ചില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുകൾ വന്നപ്പച്ച സംസാരിച്ചപ്പോൾ തെറ്റ് വന്നു, കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, എൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, തെറ്റുണ്ട്. അപ്പച്ച എന്നോട് ക്ഷമിക്കണം, നിന്നെ അപ്പ എന്ന് വിളിച്ച് ആരാധിക്കാൻ എന്നെ യോഗ്യനാക്കണം, നിന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ അർഹതയുള്ളവനാക്കി തീർക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പറയുന്നില്ല. മറ്റേത് വെച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് പോവുകയാണ്. ഇനി ഈ പ്രബോധനമൊക്കെ കേട്ടപ്പോഴെങ്കിലും ഗുണം പിടിക്കുന്നുണ്ടോ? ഇത് കേട്ടപ്പോഴേ സ്തോത്രം. അതിനായി ഈ പ്രബോധനം ആദ്യ രാത്രി ഇരമ്യാവിന്റെ പ്രബോധനം 30-ാം അധ്യായം 19-ാമത്തെ വചനം. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. 31-19. ഞാൻ തെറ്റിപ്പോയ ശേഷം, കേട്ടല്ലോ, ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും, ഞാൻ തെറ്റിനെ കുറിച്ച് അനുദപിച്ചു. അടുത്ത് ഉപദേശവും പ്രബോധനവും കേട്ടപ്പോൾ തുടമേൽ അടിച്ചും നാണിച്ചും ലജ്ജിച്ചുമിരിക്കുന്നു. ദൈവസന്നിധിയിലിരിക്കുമ്പോൾ തെറ്റുകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയെങ്കിൽ, പ്രബോധനം കേട്ടപ്പോൾ, ഉപദേശം കേട്ടപ്പോൾ, ഇസ്രായേലിന്റെ ഒരു സ്വഭാവമാണ് തെറ്റ് സമ്മതിച്ച് താഴ്ത്തി ഏൽപ്പിക്കാൻ, തുടയിലടിക്കണം, കൈയടിച്ച് പെരുക്കാനല്ല പറഞ്ഞത്. മനസ്സിലായോ? ദൈവസന്നിധിയിൽ അപ്പാ തെറ്റിപ്പോയി, ചേർന്ന് വസിക്കാൻ ഞാൻ ഒരുക്കി വന്നിരിക്കുകയാണ്, പക്ഷേ സ്തോത്രം ഇങ്ങനെയുള്ള പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് തോടയിലടിച്ച് കണ്ണീരോടെ ദൈവത്തോട് പറയുവാൻ എത്ര പേരുന്ന് തയ്യാറാകും? ചിലപ്പോൾ വല്ല ശിക്ഷയൊക്കെ കിട്ടുകയാണ്. തെറ്റ് ചെയ്തിട്ട് ശിക്ഷ കിട്ടിയ ഒരു കാര്യത്തിന് സ്തോത്രം. തെറ്റ് ചെയ്തെന്ന് ബോധ്യം ഉണ്ടായിരിക്കുകയും ശിക്ഷ കിട്ടാതിരിക്കുകയും ചെയ്തതെങ്കിൽ അവിടെ ശ്രദ്ധയ്ക്ക് ദൈവം തന്നെ വിട്ടിരിക്കുകയാണ്. കാരണം തൂക്കാൻ വിധിച്ചവന് പിന്നെ അടിയൊന്നുമില്ല. ഓത്രം. തെറ്റ് ചെയ്തിട്ട് ശിക്ഷ കിട്ടിയോ? മക്കൾ എന്ന പദവി നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ശിക്ഷയില്ലേ?
ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം 31 വചനം വായിക്കൂ. ഞാൻ ശിക്ഷ സഹിച്ചു. എല്ലാവരും ഈ തീരുമാനത്തിൽ വരണം. ഉപവാസം വിജയിക്കണമെങ്കിൽ കർത്താവേ, എനിക്ക് തെറ്റുകൾ സംഭവിച്ചു, ശിക്ഷ ചിലപ്പോൾ കിട്ടിക്കാണും, കിട്ടിയെങ്കിൽ ഭാഗ്യം. സഹോദരൻ, ശിക്ഷ സഹിച്ച് ഞാൻ മടുത്തു. അടുത്ത് ഞാൻ ഇനി കുറ്റം ചെയ്യുകയില്ല. ആ പോയിന്റിൽ വരണം. വിശുദ്ധിയും വേർപാടും പാലിക്കും